തനിഷെ, ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ഇസ്രയേൽ ആക്രമിച്ചു. അതൊരു വാർത്തയല്ല, പക്ഷേ പ്രധാനപ്പെട്ട വാർത്ത ഹിസ്ബുള്ളയുടെ തലവൻ ഈ നസറുള്ള കരയുന്ന ഒരു വീഡിയോ 2-3 ദിവസം മുമ്പ് പ്രചരിച്ചിരുന്നു. ആ നസറുള്ള ഇപ്പോൾ ജീവനോടെ ഇല്ല, ഇസ്രയേൽ തട്ടി. അവരാദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം നസറുള്ളയാണ്. ആ ലക്ഷ്യം അവർ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. ഈ നസറുള്ള ഇസ്രായേലിന്റെ റഡാറിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ ജോണറ്റനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് സത്യമാണ്. നസറുള്ളയുടെ ഇരിക്കുന്ന ആ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ഇസ്രായേൽ കുഴിച്ചുമൂടി എന്നാണ്. അതെ, അവിടെയാണ് ഇപ്പം അവർ ആക്രമണം നടത്തി ബോംബിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ മൊമെന്റിൽ അറ്റ് പ്രസന്റ് അതിന്റെ പ്രകമ്പനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. 6 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ 6 അല്ല, അതിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകും എന്ന് നമുക്കറിയാൻ. ഇപ്പൊ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പത്രം ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ സകല തലവന്മാരെയും തട്ടുമ്പോഴും ആ വാർത്തയും റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഹിസ്ബുള്ള ഇസ്രായേലിന്റെ കാല് പിടിച്ച ഒരു സമയം, അതായത് നസറുള്ള കൊല്ലപ്പെടുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വെടിനിർത്തൽ വേണം. ആ വാർത്ത കണ്ടില്ലേ? അതായത് ഞങ്ങൾക്ക് വെടിനിർത്തൽ വേണം, ഞങ്ങൾക്ക് ഇനി യുദ്ധം വേണ്ട. പക്ഷേ ഇസ്രായേൽ അത് നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. അറിയാമല്ലോ, യുവന്മാരുടെ ഈ ഭീകരവാദികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് റീചാർജ് ചെയ്യാൻ സമയം വേണം, ആവശ്യമുണ്ട്. ഹമാസും അതിനാണ് കുറച്ച് സമയം ചോദിച്ചത്. പക്ഷേ ഇസ്രായേൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് റീചാർജ് ചെയ്യാൻ സമയം കൊടുത്തില്ല. കാരണം ഇവർക്ക് ഉള്ള സകല ആയുധങ്ങളും അവസാനിക്കുമ്പോൾ, ഇവരുടെ തലവന്മാരെല്ലാം നശിക്കുമ്പോൾ, ഇവർക്ക് ഓടി ഒളിക്കാൻ സ്ഥലമില്ലാതാവുമ്പോൾ, ഇവർക്ക് ഫണ്ട് ഇനി ആവശ്യമായിട്ട് വരുമ്പോഴാണ് ഇവർ വെടിനിർത്തൽ വേണമെന്ന് പറയുന്നത്. ഞാൻ വെടിനിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് ലോകരാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, ഇപ്പൊ ഖത്തർ, അവിടെ എവിടെയൊക്കെ പോയി തെണ്ടി നടന്നിട്ട് ഞങ്ങളുടെ ആൾക്കാർ ഇത്ര പേര് കൊല്ലപ്പെട്ടു, പാവം സിവിലിയൻസ് മരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ ഡിസാസ്റ്റർ എയ്ഡ്സും ഫണ്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും പല ലോകരാജ്യം. അങ്ങനെയാണ് ഹമാസ് ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈജിപ്റ്റൊക്കെ അവർക്ക് ഒരുപാട് ഈ ഫിലാഡൽഫി കോറിഡോറൊക്കെ വഴി ഒരുപാട് സാധനങ്ങൾ, ആയുധങ്ങളടക്കം എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ ഹമാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വെടിനിർത്തൽ വേണമെന്ന്. പക്ഷെ അതും ഇസ്രായേൽ കേട്ടില്ല. ഹമാസിന്റെ സകല ആൾക്കാർ, ഹമാസിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പൊ വരാറുണ്ടോ? ഇല്ല, നിന്നു. അതാണ് ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത്. ഹമാസിനെ കുറിച്ചുള്ള ഒരു വാർത്തകൾ ഇപ്പൊ വരാറില്ല. ഹമാസിന്റെ യഹിയ സിൻഹാറിൻ തട്ടിയതിനു ശേഷം ഒരു നേതാവ് ഹമാസിന് പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഇന്ന് രാവിലെ വരുന്ന സമയത്ത് ഫോണിൽ നോക്കിയോ, സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്, സുപ്രഭാതം. ഒരു മുസ്ലിം സുപ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്നു, ഹിസ്ബുള്ളയും ഇറാഖിന്റെ ആയുധങ്ങൾ എത്തിത്തുടങ്ങി, ഹിസ്ബുള്ള തിരിച്ചടിച്ചു, ഇസ്രായേൽ തകർന്നു. അല്ല, ഇറാഖിന്റെ ആയുധങ്ങൾ എത്തിത്തുടങ്ങി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഹിസ്ബുള്ളയും ഇറാഖല്ല ഇറാനോ? ഇറാഖ് എന്നാണ് ഇറാഖും കൂടെ സഹായിച്ചു തുടങ്ങി എന്ന് പറയും. ഹിസ്ബുള്ളയും ഇറാഖും ഇറാനും ഇവര് മൂന്നല്ലേ, ഇവര് 1 അല്ലേ? ഇറാന്റെ ഒരു പ്രോക്സി സംഘടനയാണ് ആര്? ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന. ഈ ഇറാഖും ഇറാനും രണ്ടും മത രാഷ്ട്രങ്ങളാണ്. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിലുണ്ടായിരുന്ന രാജ്യമാണ്. 1975 വരെയാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സൗഹൃദമായിരുന്നു. അതിനുശേഷം അവര് റിപ്പബ്ലിക് ഇസ്ലാമായി, അറിയാലോ. അതിനുശേഷം അവര് തുരുതുര യുദ്ധം, അത് ജൂതന്മാര്, ഞങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരു സിറ്റുവേഷൻ അറിയാലോ. അപ്പോൾ ഒരിക്കലും ഇറാനെ വളരാനായിട്ട് ആരനുവദിച്ചിട്ടില്ല, ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. വളരാനായിട്ട് അനുവദിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇറാനിൽ ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്. അവർ ഈ ആണവ നിലയങ്ങൾ, ഒരു രാജ്യത്തിന് വേണ്ട ഏറ്റവും വളർച്ചയ്ക്ക് വേണ്ട ഏറ്റവും നല്ല ഘടകം ഏതാണെന്ന് അറിയാമോ ജോണേട്ടന്? അത് ഊർജ്ജമാണ്. ഒരു രാജ്യത്തിന് ഊർജ്ജം വേണം. ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ നമ്മൾക്ക് കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിന്റെ കറണ്ട് കട്ട് ചെയ്തിടാം. അവർക്ക് സ്വന്തമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയില്ല ബംഗ്ലാദേശിൽ. നമ്മുടെ അദാനിയുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിടാം. അതുപോലെ ഇറാൻ സ്വന്തമായിട്ട് ഊർജ്ജം ഉണ്ടാക്കാനായിട്ട് ആണവ നിലയങ്ങൾ പണിയും. അവർക്ക് നല്ല സയന്റിസ്റ്റുകളുണ്ട്. ആ സയന്റിസ്റ്റുകളെ മൊസാദ് ഉയർന്നു വരുന്നവരെല്ലാം വധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മൊസാദ് വധിച്ചുകൊണ്ടിരുന്നു, അവരുടെ ആണവ നിലയങ്ങൾ തകർത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും മൊസാദാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. ആ സമയത്ത് ഇറാനെ ഇറാഖ് സഹായിച്ചിട്ടുണ്ട്. ഇറാഖ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സമയത്ത് ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ എത്താൻ ശ്രമിച്ച ഒരു രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. എന്റെ തലവൻ ആരായിരുന്നു എന്നറിയാലോ? സദ്ദാം ഹുസൈൻ എന്റെ തലവനായിരുന്നു. പക്ഷെ സദ്ദാം ഹുസൈന്റെ അത്യാഗ്രഹം, സദ്ദാം ഹുസൈൻ പശ്ചിമേഷ്യയിൽ വലിയ പോരാട്ടമൊക്കെ നടത്തി ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ മിസൈൽ പതിപ്പിച്ചിട്ടുണ്ട് സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ ചില്ലറപ്പുള്ളിയല്ല. ആ ഇസ്രായേലിൽ മിസൈൽ, പക്ഷേ അതിന് തിരിച്ചടി വളരെ വലുതായിരുന്നു, അത് വേറെ കാര്യം. ആ സദ്ദാം ഹുസൈൻ അങ്ങോട്ടേക്ക് അയച്ചിട്ട് എനിക്ക് തോന്നുന്നു ടെൽ അവീവിലാണോ എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. സദ്ദാം ഹുസൈൻ്റെ കഥ വായിക്കുമ്പോൾ അത് ഞാൻ വായിച്ചിട്ടുള്ളത്. ടെൽ അവീവിലാണോ എന്ന് എനിക്കറിയില്ല. അവിടേക്ക് മിസൈൽ അയച്ചിട്ടുള്ളതാണ് സദ്ദാം ഹുസൈൻ. മിസൈൽ അയച്ചിട്ട് ഇത്ര പേര് മരിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ വിറപ്പിച്ചൊരു രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത് ഇസ്രായേലിന്. അപ്പോൾ ഇസ്രായേലിനെ അങ്ങനെ വിറപ്പിച്ച സദ്ദാം ഹുസൈൻ്റെ ഗതി പിന്നീട് എന്തായെന്ന് നമുക്കറിയാമല്ലോ.
സദാം ഹുസൈൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പാലസ്തീൻ ജനതയുടെ വിമോചനമായി. ആ പാലസ്തീൻ ജനതയുടെ വിമോചനത്തിന് വേണ്ടി ഇസ്രായേലിനെ തകർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പാലസ്തീൻ ജനതയുടെ വിമോചനത്തിന് വേണ്ടി അന്ന് പാലസ്തീനിലുണ്ടായിരുന്ന നേതാവായിട്ടുള്ള, നമുക്കറിയാം പുള്ളിയുടെ പേര് യാസർ അറാഫത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു, സബ്ജക്ട് കറക്ഷൻ. അപ്പൊ ആ യാസർ അറാഫത്തുമായിട്ട് വലിയ രീതിയിലുള്ള ചങ്ങാത്തം കൂടുകയും ഒരു മുസ്ലിം ലോകത്തിൽ തന്നെ ഒരു പരമോന്നത നേതാവായിട്ട് ഉയർന്നു വരാനായിട്ട് സദാം ഹുസൈൻ എന്ത് ചെയ്തു? ശ്രമം നടത്തി. യാസർ അറാഫത്ത് ഇതുപോലല്ലോ സ്വീകാര്യനായ നേതാവായിരുന്നു യാസർ അറാഫത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഈ ഹമാസ് ഒക്കെ വരുന്നത്. പിന്നെ ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരുടെ എല്ലാം ഗതി സദാം ഹുസൈന്റെ ഗതി. ഇപ്പൊ മുഹമ്മദ് ഗദ്ദാഫി എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിൽ ഉണ്ടായിരുന്നു, വലിയ നേതാവെന്നാണ് പറയുന്നത്. പക്ഷെ ലിബിയയിൽ വലിയ നേതാവെന്നാണ് പറയുന്നത്. പക്ഷെ അവനെ അവസാനം ഓടയിൽ നിന്നാണ് പിടിച്ചത്. സദാം ഹുസൈൻ അവസാനം ഒന്നുമില്ലാതെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സദാം ഹുസൈൻ ബങ്കറിലിരിക്കുകയായിരുന്നു. അന്ന് സദാം ഹുസൈൻ, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് മാതൃഭൂമി പത്രത്തിൽ സദാം ഹുസൈൻ്റെ ബങ്കറിന്റെ മാപ്പൊക്കെ വരച്ചിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. സദാം ഹുസൈനെ അമേരിക്കൻ സേന പിടിച്ചു. അമേരിക്കൻ സേന പിടിച്ചപ്പോൾ ഇപ്പൊ സദാം ഹുസൈനെ അവർ വാഴ്ത്തുന്നുണ്ടല്ലോ. സദാം ഹുസൈനെ വാഴ്ത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, സദാം ഹുസൈൻ ജഡ്ജിയോട് ആക്രോശിക്കുന്ന ദൃശ്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. ജഡ്ജി എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ ഇല്ല, ഞാനിവിടെ ഇരിക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ അമേരിക്കൻ കോടതിയെ വിചാരണ ചെയ്തത്. അങ്ങനെ സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുകയായിരുന്നു. എന്നിട്ട് മൃതദേഹം കടലിൽ കൊണ്ട് താഴ്ത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സദാം ഹുസൈൻ ഉള്ള നാടായിരുന്നു ഇറാഖ്. പക്ഷെ അവര് സദാം ഹുസൈൻ ശേഷം ഒതുങ്ങി. അവര് യുദ്ധത്തിനും കാര്യങ്ങൾക്കൊന്നും പോകാതെ ഒതുങ്ങിയതാണ്. അപ്പോ ഈ സുപ്രഭാതം പത്രം സ്വാഭാവികമായിട്ടും രോമാഞ്ചം. പക്ഷെ അത് കഴിഞ്ഞാണ് ഈ വാർത്ത വരുന്നത്. അതെ, അവർക്ക് ഇപ്പൊ അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നും. കാരണം അവർക്ക് ആഘോഷിക്കാനൊരു വകയില്ല. ഇപ്പൊ തന്നെ അവരുടെ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയെ അങ്ങനെ അങ്ങ് തീർക്കാൻ പറ്റില്ല, ഹിസ്ബുള്ളയുടെ പിന്നിലുള്ള ശക്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞു. വയറ്റിപ്പഴപ്പിന് വേണ്ടി ആയിരിക്കാം, കാരണം കൂടുതൽ വ്യൂസും പേജ് ചെയ്തു. പക്ഷെ സത്യം അതല്ല എന്നുള്ളതാണ്. പല ഇപ്പൊ സുഡാപ്പികളുടെ ഓൺലൈൻ ചാനലുകളും കൊടുക്കുന്നുണ്ട്. ഹിസ്ബുള്ള അങ്ങോട്ടേക്ക് ഒരു മിസൈൽ അയക്കുമ്പോഴേ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് പതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ അയൺ ഡോംസ് ഇപ്പൊ ഒന്നാമത് പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാമായിരുന്നു. ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടു. അപ്പൊ എന്റെ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് മറ്റേ റീന അലക്സ് എന്ന് പറയുന്ന അവര് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. ലൈവ് എന്ന് പറഞ്ഞാൽ അയൺ ഡോമിൽ നിന്ന് മിസൈലുകൾ പാറിപ്പോകുന്ന വേറെ പല ഇസ്രായേലിന്റെ പേജുകൾ പറന്ന് പാറിപ്പോവുകയാണ്. അതിന്റെ താഴെ കൂടെ ആൾക്കാർ യഥേഷ്ടം സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കേട്ടോ അത്. അവര് രാവിലെ ഓഫീസിൽ പോകുന്നു, അവര് സാധാരണ കാര്യങ്ങൾ നടത്തുന്നു, അവര് തങ്ങളുടെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു. ആകാശത്തേക്ക് നോക്കുമ്പോൾ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊരു രാജ്യമാണെന്ന് ഞാൻ ഇങ്ങനെ നിരന്തരം അവര് നമ്മുടെ കുറെ സുഹൃത്തുക്കൾ അവർ പറയുന്നത് നിരന്തരം പലസ്തീനിൽ നിന്ന് ഇങ്ങനെ മിസൈലുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാം ആകാശത്ത് വെച്ച് പിന്നെ ഇവരുടെ അയൺ ഡോം സംവിധാനത്തിന് ഒരു തകരാറ് പറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഈ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അവരൊന്ന് പാളിപ്പോയി അവർക്ക്. അത് 2021 ഡേവിഡ് ബെർണിയ വന്ന സമയത്ത്, ഡേവിഡ് ബെർണിയ മൊസാദിന്റെ തലവനായിരുന്നു. അപ്പൊ ഡേവിഡ് ബെർണിയക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. ആ തിരിച്ചടിക്ക് അവർക്ക് പലിശയുടെ പലിശയും കൂട്ടുപലിശയും അതിന്റെ പലിശയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഈ നസറുള്ളയെ വധിച്ചിരിക്കുന്നത് പോലും 10,000 കിലോ ഒരാളെ വധിക്കാനാണ്. അപ്പൊ അത്രയ്ക്ക് ഇസ്രായേൽ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ലോകത്തിന്, ഭീകരവാദം, ഈ ഭീകരവാദികളുടെ അവസ്ഥ ഇതായിരിക്കും. ഈ സന്ദേശമാണ് ഇന്ത്യയും കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. 10,000 കിലോ ബോംബ് ഈ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന്റെ മുകളിൽ കൂടെ ഇട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ പ്രകമ്പനം നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അത് തീർന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇയാള് ഭൂഗർഭ അറയിൽ, അയാളുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഭൂഗർഭ അറയിൽ ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേലിന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ബോംബിട്ടെന്ന് മനസ്സിലായി. പിന്നെ ഇത് അമേരിക്കയുടെ ഒരു ഇതുണ്ട്. അമേരിക്ക ഇത് ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഇത് അറിഞ്ഞില്ല എന്നാണ്. അത് വെറുതെ പറയുന്നത്. ഇപ്പൊ ഇറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബോംബാണല്ലോ ഇട്ടത്, നിങ്ങൾ കൊടുത്ത ബോംബാണ് ഇട്ടിരിക്കുന്നത്, അതോടുകൂടി അത് പറ്റിക്കാൻ നോക്കണം. അതെ, അതോടുകൂടി അത് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. അമേരിക്ക പറയുന്ന ആ കാര്യങ്ങൾ പൊളിഞ്ഞ് അതോടുകൂടി അമേരിക്കയുടെ കാര്യം പൊളിഞ്ഞു പോയി. അപ്പൊ ഇസ്രായേല് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ ഇനി ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഹിസ്ബുള്ള ഇതുകൊണ്ട് ഒരു തകർച്ച സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ മൊത്തത്തിലൊന്ന് ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് പരമോന്നത നേതാവ് അവരുടേത് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തലവൻ ബ്രെയിനാണല്ലോ നസറുള്ള എന്ന് പറയുന്നത്. അയാളും ഹിസ്ബുള്ളയുടെ മരണമടഞ്ഞു. അതിന് താഴെയുള്ള സകല ആൾക്കാർ അലി കരാക്കി, അബു മൂസ എന്നുള്ള ഒരു ഡ്രോൺ ചീഫ് തലവനെ വധിച്ചു. സകല തലവന്മാരെയും വധിച്ചും കഴിഞ്ഞു. എന്നിട്ടും ഹിസ്ബുള്ള തീരില്ല എന്നുള്ളതാണ് പല
വിദേശകാര്യ വിദഗ്ധരും പറയുന്നത്. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ വേര് ലെബനനിൽ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോയിട്ടുള്ളത്. അടുത്ത ഭരണകൂടത്തിനേക്കാൾ ഭരണകൂടത്തിന്റെ പവറാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും പിഴുതെടുക്കാൻ ഇസ്രായേലിന് കുറച്ച് സമയം കൂടെ വേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത് വേറൊരു ഡയമെൻഷനിലോട്ട് പോവുകയാണ്. ഈ സമ്പൂർണ്ണ യുദ്ധം ഇപ്പൊ കരയുദ്ധത്തിലോട്ട് കയറി കഴിഞ്ഞു. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണ്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഇനി ഇറാൻ ചിത്രത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു സംഭവം. ഇറാൻ കൂടെ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാന് പക്ഷെ അറിയാം ഞങ്ങൾക്ക് പിടിച്ചു നീക്കാൻ സാധിക്കില്ല, പിന്നെ അവർക്ക് യുദ്ധം വേണ്ടത്. അവർക്ക് യുദ്ധം വേണ്ട. ഈ പാലസ്തീനുകാർ എന്തുകൊണ്ടാണ് കിടന്ന് നരകിക്കുന്നത്? അവർ യുദ്ധമല്ല ചെയ്യുന്നത്, അവരുടെ മതപരമായിട്ടുള്ള പ്രശ്നമാണ്, ഇല്ലേ? മതമാണ് അവരുടെ പ്രശ്നം പ്രധാനമായിട്ട്. ഈ മതം തിന്ന് ജീവിക്കുന്ന ഒരു ജനതയായതുകൊണ്ട് തന്നെ മതമാണ് അവരുടെ പ്രശ്നം. ഇസ്രായേലിന്റെ പ്രശ്നം എന്താണ്? തങ്ങളുടെ ഭൂമിയും മതവുമാണ് അവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. അവർ കുടിയിറക്കപ്പെട്ട സ്ഥലം, ഇവര് പറയുന്നത് അത് ഞങ്ങളുടെ സ്ഥലമായിരുന്നു, പക്ഷെ അവർ കുടിയിറക്കപ്പെട്ട സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് അവർ ഒരു ഭൂമിയായിട്ട് അവർ തിരിച്ചു പിടിച്ചു. അവരവിടെ ജീവിക്കാനായിട്ട് ഇവിടെയുള്ള പാലസ്തീൻ ഹമാസ് സമ്മതിക്കുന്നില്ല. അപ്പുറത്ത് ഹിസ്ബുള്ളയുടെ പ്രശ്നം എന്താണ്? ഇത് തന്നെയാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നം. ഈ ജൂതന്മാരുമായിട്ട് ഇവർക്ക് ചരിത്രാതീത കാലം മുതലേ ഉള്ള വിരോധമാണ്. ഇതിൻ്റെ എല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സംഭവം എന്ന് പറയുന്നത്. അത് തീരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ മിത്രമായിരുന്നു. ഇറാന് ഇപ്പോൾ ബോധോദയമുണ്ട് എന്ന് പറഞ്ഞാൽ, ചേട്ടൻ അറിയാലോ, ഇറാന് ഇപ്പോൾ ഇന്ത്യയായിട്ട് ഒരുപാട് കരാറുകളിലൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യ അവരുടെ ഒരുപാട് കോൺട്രാക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ ചബഹർ തുറമുഖം വഴി നമുക്ക് വിട്ടു തരുന്നുണ്ട്. ഇറാൻ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങാനായിട്ട് നേരത്തെ വാങ്ങിയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് വാങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നത്. ഇറാനിൽ ഈ കുറച്ചുകൂടെ പുരോഗമനപരമായിട്ട് ഹിജാബിൻ്റെ പ്രതിഷേധമൊക്കെ നടന്നല്ലോ, അവിടെയുള്ള ജനത കുറച്ചുകൂടെ ഒന്ന് വികസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം എത്ര കാലമായിരുന്നാലും യുദ്ധം എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്, പരിവട്ടമാണ്, വലിയ വലിയ ക്ഷാമമാണ്. അതൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ എത്രയൊക്കെ മതം പറഞ്ഞുകൊണ്ടിരുന്നാലും ഇപ്പൊ ദൈവത്തിനെ പ്രാർത്ഥിക്കാനായിട്ട് മുകളിലോട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കാനായിട്ട് കൈ പൊങ്ങിയില്ലെങ്കിൽ, ആ വിശപ്പ് അടങ്ങിയില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അത് ഇറാൻ ജനതയ്ക്ക് നല്ലതുപോലെ അറിയാം. കാരണം അവർ നശിച്ച് നാറാണക്കല്ലിരുന്നത്. അവരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങളിലൂടെ കടന്നു. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഇതുണ്ട്, ആ ഒരു പാഠങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇനി ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുമെന്ന് എനിക്ക് വിചാരിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ നാട്ടുകാരെ കാണിക്കാനായിട്ട് അവിടെ മറ്റേ പട്ടാളത്തിന്റെ ഇതൊക്കെ പരേഡൊക്കെ നടന്നിട്ടുണ്ട്. ഇനി എന്താവും നമുക്ക് നോക്കി കാണാം.